Good morning. Good morning, ma'am. Good morning, ma'am. Okay, അപ്പോൾ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലെ റിവിഷൻ ആയിരുന്നു. ഈ ക്ലാസ്സിലും നമ്മുടെ റിവിഷൻ ആണ് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോ 6th മോഡ്യൂളും 7th മോഡ്യൂളെയും ചാപ്റ്റേഴ്സ് നോക്കിയിട്ടുണ്ട്. വരാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ മിസ്? നോക്കിയിട്ടുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ 6th മോഡ്യൂളിലെ ജനറൽ ഫോംസ് ഇൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഭാഗം നമ്മൾ കുറച്ച് ആ ഒരു ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. അപ്പൊ അതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് എ ഹോസ്പിറ്റൽ രജിസ്ട്രേഷൻ ഫോം? വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് എ ഹോസ്പിറ്റൽ രജിസ്ട്രേഷൻ ഫോം? ഓപ്ഷൻസ്: ഓപ്ഷൻ എ, to bill the patient. Option B, to collect patient demographic and medical information. Option C, to schedule follow-up appointment. Option D, to order prescriptions. എന്താണ് ആൻസർ വരിക? What is the primary purpose of a hospital registration form? Option B, അല്ലേ? To collect patient demographic and medical information. അല്ലെ, പേഷ്യൻസിന്റെ demographic and medical informations കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഹോസ്പിറ്റൽ രജിസ്ട്രേഷൻ ഫോമിന്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത്. ഇനി which of the following is considered demographic information on a registration form? Which of the following is considered demographic information on a registration form? Option A, allergies. Option B, current medication. Option C, address and phone number. Option D, reason for visit. Answer വരിക ഓപ്ഷൻ സി അല്ലെ, അഡ്രസ് ആൻഡ് ഫോൺ നമ്പർ. അതാണ് നമ്മുടെ ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻ എന്നതുകൊണ്ട് രജിസ്ട്രേഷൻ ഫോമിൽ ഉദ്ദേശിക്കുന്നത്. Then third question, ഇനി നമ്മുടെ ആ ഒരു രജിസ്ട്രേഷൻ ഫോമില് DOB കാണാറുണ്ട് അല്ലെ? DOB കാണാറില്ലേ? അങ്ങനെ ഒരു ഓപ്ഷൻ കാണാറില്ലേ ആപ്ലിക്കേഷൻ ഫോമുകളിലൊക്കെ? എന്താണ് ആ DOB കൊണ്ട് സൂചിപ്പിക്കുന്നത്? DOB എന്നതുകൊണ്ട് എന്താണ് സൂചിപ്പിക്കുന്നത്? ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെ? അങ്ങനെയുള്ള ചോദ്യം വന്നാൽ അറിയണം കേട്ടോ. അത് നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, why is it important to list an emergency contact? Why is it important to list an emergency contact? ഇപ്പൊ നമ്മൾ ഒരു എമർജൻസി കോണ്ടാക്ട് നമ്പർ ഒക്കെ ഇതിൽ കൊടുക്കാൻ പറയാറുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഓപ്ഷൻ എ, ഫോർ ബില്ലിംഗ് പർപ്പസ്. ഓപ്ഷൻ ബി, to have someone to contact in case of an emergency. Option C, for marketing new services. Option D, to verify insurance. The answer is option B, like to have someone to contact in a case of an emergency. Like emergency case contact ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി if a patient is minor, whose information is typically recorded on the form? If a patient is minor, whose information is typically required on the form? Option A, the minor's best friend. Option B, the minor's school teacher. Option C, the minor's employer. Option D, the parent or legal guardian. ഓപ്ഷൻ ഡി അല്ലെ, മൈനർ ആണെങ്കിൽ അവരുടെ പാരന്റ് അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയന്റെ ഇൻഫർമേഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലെ? Then അടുത്തത്, which of these is not typically
part of the patient information section? Which of these is not typically part of the patient information section? Option A, name. Option B, social security number. Option C, medical diagnosis. And option D, marital status. ഏതാണ് പേഷ്യന്റ് ഇൻഫർമേഷനിൽ വരുന്നത്? മെഡിക്കൽ ഡയഗ്നോസിസ് അല്ലെ? ഓപ്ഷൻ സി ആണ് കേട്ടോ. അപ്പൊ ബാക്കിയെല്ലാം അതിൽ വരുന്നുണ്ട്. ഓപ്ഷൻ സി ആണ്, മെഡിക്കൽ ഡയഗ്നോസിസ് ആണ് നമ്മുടെ ആ ഒരു പേഷ്യന്റ് ഇൻഫർമേഷൻ സെക്ഷനിൽ വരാത്തത്. ഇനി വാട്ട് ഇൻഫർമേഷൻ ഈസ് കളക്ടഡ് അണ്ടർ ദ ഇൻഷുറൻസ് ഇൻഫർമേഷൻ സെക്ഷൻ? ഇൻഷുറൻസ് ഇൻഫർമേഷൻ സെക്ഷനിൽ എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് കളക്ട് ചെയ്യുന്നതാണ്? ഓപ്ഷൻ എ, പേഷ്യൻസ് ഹോബി. ഓപ്ഷൻ ബി, ഇൻഷുറൻസ് കമ്പനി ആൻഡ് പോളിസി നമ്പർ. ഓപ്ഷൻ സി, പേഷ്യൻസ് preferred hospital food. Option D, patient's favorite color. ഇതാണ് എളുപ്പമല്ലേ? ഓപ്ഷൻ ബി, അവരുടെ ഇൻഷുറൻസ് കമ്പനി ആൻഡ് പോളിസി നമ്പറുകൾ അല്ലെ? അങ്ങനെ ഓരോ സെക്ഷനെ ബേസ് ചെയ്തിട്ട് ചോദിച്ചാലും എഴുതാൻ അറിയുന്നുണ്ടോ? Then why is the medical history section crucial on a registration form? എന്തുകൊണ്ടാണ് ഒരു മെഡിക്കൽ ഹിസ്റ്ററി ആ ഒരു ഭാഗം, ആ ഒരു സെക്ഷൻ വളരെ രജിസ്ട്രേഷൻ ഫോമില് ക്രൂഷ്യൽ ആണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? Option A, to understand the patient's financial status. Option B, to provide safe and effective medical care. Option C, to determine the patient's occupation. Option D, to update the patient's mailing list. Either answer. Option B, അല്ലേ? To provide safe and effective medical care കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിക്കൽ ഹിസ്റ്ററീസ് കളക്ട് ചെയ്യുന്നത് അല്ലേ? Then next question, what information is requested regarding medication in the medical history? What information is requested regarding medication in the medical history? Option A, only the names of the medication. Option B, the color and shape of the pills. Option C, name, dosage and duration. Option D, the pharmacy where they were purchased. ഓപ്ഷൻ സി ആണ് അല്ലെ? നെയിം, ഡോസേജ് ആൻഡ് ഡ്യൂറേഷൻ അല്ലെ? അതാണ് നോക്കുന്നത്. Then അടുത്തത് patient's occupation and employer information can be used for dash. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, അണ്ടർസ്റ്റാൻഡിംഗ് ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹെൽത്ത്. Option B, workers' compensation claim. Option C, both A and B. And option D, neither A or B. ഏതാണ്? പേഷ്യൻസിന്റെ occupation and employer-ന്റെ information നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടി? എന്തിനു വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും? ഓപ്ഷൻ എ, അണ്ടർസ്റ്റാൻഡിംഗ് ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹെൽത്ത്. വർക്കേഴ്സ് കോമ്പൻസേഷൻ ക്ലെയിമർ. ബോത്ത് എ ആൻഡ് ബി ആണ് അല്ലെ? രണ്ട് കാര്യങ്ങളും അറിയാനൊക്കെ വേണ്ടിയിട്ടാണ്, നമ്മൾ എല്ലാം അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ ഒരു പേഷ്യന്റിന്റെ ഓക്യുപേഷൻ എന്താണ്, എംപ്ലോയറുടെ ഇൻഫർമേഷൻ എന്താണെന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത്. Then next, the collection of patient health history is part of which process? The collection of patient health history is part of which process? Option A, patient's discharge. Option B, patient registration. Option C, hospital billing. Option D, pharmacy ordering. ഏതാണ് ആൻസർ? പേഷ്യന്റിന്റെ ഹെൽത്ത് ഹിസ്റ്ററി ഏത് പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്? വെരി ഗുഡ്, ബി അല്ലെ? പേഷ്യന്റ് രജിസ്ട്രേഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കളക്ട് ചെയ്യുക. Then the registration form is legal document. അത് ട്രൂ ഓർ ഫോൾസ് ആണ്. അതിന്റെ ഓപ്ഷൻസ് പറയാം കേട്ടോ.
true. Option B, false. Option C, only if signed by a lawyer. Option D, only for surgical patients. രജിസ്ട്രേഷൻ ഫോമും ഒരു ലീഗൽ ഡോക്യുമെന്റ് തന്നെയല്ലേ? ട്രൂ ഓർ ഫോൾസ്? എന്താണ് അതിന്റെ ആൻസർ? ട്രൂ ആണ് ട്ടോ, എ ആണ് ട്ടോ. ഇനി who is responsible for filling out the registration form accurately? Who is responsible for filling out the registration form accurately? Option A, the doctor. Option B, the nurse. Option C, the patient or their legal guardian. Option D, the receptionist. ആരാണ്? Who is responsible for filling out the registration form accurately? Registration form കൃത്യമായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത് ആരാ? ആരാണ് ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത്? ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആരാണ് രജിസ്ട്രേഷൻ ഫോം ഫിൽ ചെയ്ത് കൊടുക്കുന്നത്? പേഷ്യൻസ് ആണ് അല്ലെ? പേഷ്യൻസ് അല്ലെങ്കിൽ അവരുടെ ലീഗൽ ഗാർഡിയൻ ആരാണോ അവരാണ് കൃത്യമായിട്ട് അത് ഫിൽ ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമ്മുടെ ഇൻഫർമേഷൻസ് നമുക്കല്ലേ അറിയുള്ളൂ. അപ്പൊ നമ്മളാണ് ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, then അടുത്തത്, what is form C used for in hospital? What is form C used for in hospital? Option A, for discharging injured citizen. Option B, to provide particulars of foreign inpatients to authorities. Option C, to order hospital supplies. And option D, for registering hospital staff. The answer? Option B, to provide particulars of foreign inpatients to authorities. Then which authority must receive the C form? Which authority must receive the C form? Again, form C in the ചോദിച്ചാലും ശരി തന്നെയാണ്. Option A, the local police station. Option B, the foreigners regional registration office FRRO. Option C, the hospital administration. And option D, the patient's embassy. ഏതാണ്? Option B, the foreigners regional registration office അല്ലെങ്കിൽ FRRO അല്ലെ? FRRO expanded form ചോദിക്കാറുണ്ട് കേട്ടോ. Then who is responsible for advising the foreign patient about form C? Who is responsible for advising the foreign patient about form C? Option A, the attending doctor. Option B, the hospital authority. Option C, the patient's roommate. Option D, the local taxi driver. ആരാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? ഹോസ്പിറ്റൽ അതോറിറ്റി അല്ലെ? ഓപ്ഷൻ ബി ആണ്, ഹോസ്പിറ്റൽ അതോറിറ്റി ആണ് അത് അഡ്വൈസ് ചെയ്യേണ്ടത്. ഇനി if a foreign patient is not staying in a hospital, അവര് ഹോസ്പിറ്റൽ അല്ല സ്റ്റേ ചെയ്യുന്നത്, who should submit the form C? അപ്പൊ ആരാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ, the patients themselves. Option B, the hospital. Option C, the owner of the premises or hotel where they are staying. And option D, no one needs to submit it. Is answer? Option C, the owner of the premises or hotel. അതിന്റെ ഓണർ where they are staying. അവർ എവിടെയാണ് താമസിക്കുന്നത് ആ സ്ഥാപനത്തിന്റെ ഓണർ ആണ് സബ്മിറ്റ് ചെയ്യുന്നത്. Then the submission of C form stems from which act? രണ്ട് ആക്ടുകൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഏത് ആക്ട് ആണ്? ഒരു ആക്ടിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കിയേ. ഫസ്റ്റ് ഓപ്ഷൻ എ, the Hospital Management Act 1980. Option B, the Foreigners Act 1946. Option C, the Medical Treatment Act of 2001. And option D, the Patients' Right Act of 1999. ഇതാണ് ഓപ്ഷൻ ബി, the Foreigners Act 1946. അതിന്റെ കൂടെ ഒരെണ്ണം ഇവിടെയുണ്ട്, അതുകൂടി ഒന്ന് പരിശോധിക്കണോട്ടാ. Then any person hosting a foreign guest for monetary consideration should submit a C form. Then options are only if they stay for more than a month.
Option B, only if they are a tourist. Option C, even for a few hours. Option D, only if the guest is from a specific country. എന്താണ്? Even for a few hours, അല്ലെ? വളരെ കുറച്ച് മണിക്കൂറുകളാണെങ്കിൽ പോലും അവര് ആ ഒരു ഹോസ്റ്റ് പേഴ്സൺ ഫോറിൻ ഗസ്റ്റിനെ നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സി ഫോം സബ്മിറ്റ് ചെയ്തിരിക്കണം. Then the C form mechanism help the authorities to dash. The C form mechanism help authorities to dash. Option A, collect taxes from foreigners. Option B, locate and track foreigners for security purposes. Option C, provide tour guides to foreigners. And option D, issue new passport. ഇതാണ് ആൻസർ വരിക. Locate and track foreigners for security purpose. അല്ലെ? Then failure to comply with C form reporting requirement can result in dash. Failure to comply with C form reporting requirement can result in dash. Option A, a simple warning. Option B, a thank you note. Option C, fines or imprisonment. Option D, a mandatory hospital stay. Option C, അല്ലെ? ഫൈൻസ് ആണ്, ഇംപ്രിസൺമെന്റ് ആയിരിക്കും കൊടുക്കുക. Then അടുത്തത് who is the hospital is often tasked with handling the C forms. Who is in the hospital often tasked with handling the C forms? Option A, the chief surgeon. Option B, the PRO officer or international desk. Option C, the cafeteria manager. Option D, the head nurse. ഇതാണ് ഓപ്ഷൻ ബി, അല്ലെ? The PRO officer or international desk ആണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇനി a foreigner in this context refers to, ഒരു ഫോറിനർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ, anyone who speaks a different language. Option B, a citizen of any country other than India. Option C, a tourist visiting from another state in India. And option D, anyone not familiar with the local area. Option B, a citizen of any country other than India. Right? Okay. Then നെക്സ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മളൊരു ഫോറിനേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ട്രാക്ക് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താ? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതൊന്ന് മനസ്സിലുണ്ടാവണം. എൻഹാൻസ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി കേട്ടോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട റൂൾസും കാര്യങ്ങളും ഒക്കെ റൂൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, രജിസ്ട്രേഷൻ ഓഫ് ഫോറിനേഴ്സ് റൂൾസ്, അതും ഒന്ന് മനസ്സിൽ വെച്ചേക്കണേ. ഇനി അടുത്തത് FRRO എന്താണ്? അതിനെ സ്റ്റാൻഡ് ചെയ്യുന്നത് എന്താണ്? ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസുമായി ബന്ധപ്പെട്ട FRROന്റെ എക്സ്പാൻഡ് ഫോം പഠിച്ചു വെക്കണം. അടുത്തത് നമുക്ക് അടുത്തൊരു സെക്ഷനുമായി ബന്ധപ്പെട്ട് നോക്കാം. സി ഫോമുമായി, മെഡിക്കൽ കൺസേൺ ഫോമുമായി ബന്ധപ്പെട്ട വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് എ മെഡിക്കൽ കൺസേൺ ഫോം? ഒരു മെഡിക്കൽ കൺസേൺ ഫോമിന്റെ മെയിൻ പർപ്പസ് എന്താ? ഓപ്ഷൻ എ, ടു പ്രൊട്ടക്ട് ദ ഹോസ്പിറ്റൽ ഫ്രം ഓൾ lawsuits. Option B, to ensure the patient bill is paid. Option C, to protect the patient through an informed communication process. Option D, to get the patient email for a newsletter. ഇതാണ് ആൻസർ വരിക. ഓപ്ഷൻ സി, അല്ലെ? To protect the patient through an informed communication process. Then a consent form is a legal document that ensures an ongoing communication process between the patient and the dash. ആരൊക്കെ തമ്മിലാ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നത്? പേഷ്യൻസ്, ഓപ്ഷൻ വേണ്ടല്ലോ. പേഷ്യൻസ് ആരൊക്കെ തമ്മിലാണ്? ഒരു ഇൻഷുറൻസ് കമ്പനിയാണോ? അതോ ഒരു ഹോസ്പിറ്റൽ ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണോ? ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആണോ? അല്ലെങ്കിൽ ഒരു ഫാർമസി ആണോ? ഏതാണ്? ഹെൽത്ത് കെയർ പ്രൊവൈഡർ, അല്ലെ? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും നമ്മളും പേഷ്യന്റും തമ്മിലുള്ള ഒരു ലീഗൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഓൺഗോയിങ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. Then by signing a consent form, a patient or guardian agrees to dash.
by signing a consent form, a patient or guardian agrees to dash. Option A, pay for all services regardless of insurance. Option B, specific medical care or treatment. Option C, donate their organs. And option D, participate in a clinical trial. ഇതാണ് ആൻസർ. സ്പെസിഫിക് മെഡിക്കൽ കെയർ ഓഫ് ട്രീറ്റ്മെന്റ് അല്ലെ, അതിന് വേണ്ടിയിട്ടുള്ള സമ്മതമാണ് നമ്മൾ കൊടുക്കുക. ഇനി who signed the consent form for a minor? ഒരു മൈനർ ആണെങ്കിൽ അവിടെ കൺസേൺ ഫോം ആരായിരിക്കും സൈൻ ചെയ്യുക? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആരായിരിക്കും? മൈനർ ആണെങ്കിൽ അവരുടെ ആരായിരിക്കും? നമ്മൾ മൈനർ ആണെങ്കിൽ ആരാ? പാരന്റ് ഓർ ഗാർഡിയൻ കേട്ടോ. പാരന്റ് അല്ലെങ്കിൽ അവരുടെ ലീഗൽ ഗാർഡിയൻ ആരാണോ അവരായിരിക്കും സൈൻ ചെയ്യുക കേട്ടോ. അപ്പൊ അത് രണ്ടിനെയും ഇപ്പൊ സെയിം തന്നെയാണ്, ഇതിലൊന്നും മാറ്റമൊന്നുമില്ല. ഇനി അടുത്തത്, if a patient needs to return home, who assume the transportation cost according to the form? ഫോമിനനുസരിച്ച്, ഫോമിൽ പറയുന്നതനുസരിച്ച് ആരാണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റുകൾ വഹിക്കേണ്ടത്? ആരാണ്? ഓപ്ഷൻ എ, ദ ഹോസ്പിറ്റൽ. ഓപ്ഷൻ ബി, ഇൻഷുറൻസ് കമ്പനി. ഓപ്ഷൻ സി, ദ ഗവൺമെന്റ്. ആൻഡ് ഓപ്ഷൻ ഡി, ദ അണ്ടർസൈൻഡ് പേഷ്യന്റ് ഓർ ഗാർഡിയൻ. സൈൻ ചെയ്ത പേഷ്യന്റ് അല്ലെങ്കിൽ ഗാർഡിയൻ അവരല്ലേ ചെയ്യേണ്ടത് അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ അവിടെ സൈൻ ചെയ്ത് കൊടുക്കുന്നേ? പേഷ്യന്റ് അല്ലെങ്കിൽ ഗാർഡിയൻ ആണ് കേട്ടോ. അപ്പൊ പേഷ്യന്റ് അല്ലെങ്കിൽ ഗാർഡിയൻ ആണ് സൈൻ ചെയ്ത് കൊടുക്കേണ്ടത് അറിയും. Then അടുത്തത്, informed consent means the patient understand dash. Informed consent means the patient understand dash. Option A, the hospital visiting hours. Option B, hospital potential risk, benefits and alternative of a treatment. Option C, the cost of every item on the bill. And option D, the doctor's educational background. Informed consent എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? പേഷ്യൻസിന് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്ന? ബി അല്ലെ, പേഷ്യൻസിന് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള റിസ്കുകള്, അതിലൂടെ കിട്ടാവുന്ന ബെനിഫിറ്റ്സുകള്, മറ്റു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിലൂടെ അറിയാൻ പറ്റുക അല്ലെ. ഓക്കെ, ദെൻ അടുത്തത്, what type of treatment can be listed on a consent form? ഒരു കൺസെന്റ് ഫോമില് ഏതൊക്കെ ടൈപ്പ്? മെഡിക്കൽ പരമായിട്ട്, സർജിക്കൽ പരമായിട്ട്, ഡെന്റൽ പരമായിട്ട് എല്ലാം ഉണ്ട് കേട്ടോ. ഓൾ ഓഫ് ദം ആണ്. സോ ദെൻ അടുത്തത്, ഡിസ്ചാർജ് സമ്മറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ ഓൾറെഡി മെഡിക്കൽ കൺസേൺ ഫോമുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു കേട്ടോ. അത്രയും മതി. ഇനി ഡിസ്ചാർജ് സമ്മറിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. വാട്ട് ഈസ് എ ഡിസ്ചാർജ് സമ്മറി? എന്താണ് ഒരു ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞാല്? ഓപ്ഷൻ എ, എ ബിൽ ഫോർ ഹോസ്പിറ്റൽ സർവീസസ്. ഓപ്ഷൻ ബി, a patient's review of the hospital. Option C, a handover document for other healthcare professionals. And option D, an appointment reminder. എന്താണ് ഒരു ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞാല്? ഓപ്ഷൻ സി അല്ലെ, ഹാൻഡ് ഓവർ ഡോക്യുമെന്റ് ഫോർ അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്. Then who is the primary audience for a discharge summary? ആരാണ് പ്രൈമറി ഓഡിയൻസ് എന്ന് പറയുന്നത്? ഓപ്ഷൻ എ, the patient's employer. Option B, other health care professionals. Option C, the hospital marketing team. And option D, the insurance company's legal team. ആരായിരിക്കും? ഒരു ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത് അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് കൂടി വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ, അല്ലാതെ അവരുടെ എംപ്ലോയർക്കോ അല്ലെങ്കിൽ മാർക്കറ്റിംഗിനോ ഒന്നും കൊടുക്കേണ്ടതായിട്ടുള്ളതല്ല അല്ലെ. ഓക്കെ, ഇനി which of the following is a key component of a discharge summary? Which of the following is a key component of a discharge summary? Option A, the cost of the hospital stay. Option B, the name of the patient roommate. Option C, reason for hospitalization. And option D, the cafeteria menu. The answer? Option C, reason for
ഹോസ്പിറ്റലൈസേഷൻ അല്ലെ, ഹോസ്പിറ്റലൈസേഷൻ ഉള്ള കാരണമാണ് ഏറ്റവും കീ കമ്പോണന്റ് ഓഫ് എ ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്. Then അടുത്തത് who must sign the discharge summary? Who must sign the discharge summary? Option A, the patient. Option B, the head nurse. Option C, the attending physician. And option D, the hospital administrator. ആരാണ്? ഓപ്ഷൻ ബി ആണോ? ഹെഡ് നഴ്സ് ആണോ? അറ്റൻഡിങ് ഫിസിഷ്യൻ അല്ലെ, ഓപ്ഷൻ സി. അവിടെ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ ആണ് അവിടെ ആ ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ സൈൻ ചെയ്യേണ്ടത്. Then അടുത്തത് a discharge summary ensures continuity of care. What does this mean? A discharge summary ensures continuity of care. What does this mean? Option A, the patient must continue to pay bills. Option B, the patient care is seamlessly transferred from the hospital to the next provider. And option D, patient must continue to visit the same hospital for all future issues. And option D, the hospital will continue to call the patient every day. This answer varunathu option B, the patient care is seamlessly transferred from the hospital to the next provider. Then അടുത്തത് ഇങ്ങനെ തിരിച്ചും ചോദിക്കാം. In the discharge summary act as the primary form of communication between the hospital and the media. Option A ആണ്. Option B, hospital team and the patient primary care doctor. Option C, the patient and their insurance company. Option D, the doctor and the pharmacist. This answer വരുന്നത് option B. The hospital team and the patient's primary care doctor. അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്, ഉപയോഗപ്പെടുത്താവുന്നതാണ്. Then ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് ആ ഒരു ഡിസ്ചാർജ് സമ്മറിയുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഒരു റീസൺ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കമ്പോണൻസ് ഒന്ന് നോക്കി വെച്ചാൽ എന്താണ്. ഇനി നമ്മള് 6th മോഡ്യൂളിൽ തന്നെ വേറൊരു ചാപ്റ്ററും കൂടി നമ്മൾ നോക്കിയിരുന്നു, ഹോസ്പിറ്റൽ പ്ലാൻ അല്ലെ. ഇച്ചിരി ഒരു ലെങ്തി ചാപ്റ്റർ ആയിരുന്നു. അപ്പൊ അത് നോക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നോക്കിയിട്ടില്ലേ? നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർ. ഓക്കെ, അപ്പൊ ആ ഒരു ചാപ്റ്റർ നമുക്ക് നോക്കാം കേട്ടോ. സോ the state of medical care services in developing countries like India is described as dash. The state of medical care services in developing countries like India is described as dash. Option A, perfectly organized. Option B, chaotic. And option C, overfunded. And option D, highly efficient. ഏതാണ് ആ ഒരു വേർഡ്? അത് ആ ഒരു ടെക്സ്റ്റിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. പെർഫെക്റ്റ്ലി ഓർഗനൈസ്ഡ്, chaotic അല്ലെ. ഓപ്ഷൻ ബി ആണ് കേട്ടോ. chaotic ഒരു അരാജകത്വം നിറഞ്ഞ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കുഴപ്പം നിറഞ്ഞ രീതിയിൽ എന്നുള്ള അർത്ഥമാണ്. Then hospital services in India are heavily biased in favor of which population? Heavily biased in favor of which population? Option A, rural. Option B, tribal. Option C, urban. And option D, coastal. ഏതാണ്? ഓപ്ഷൻ സി, അർബൻ അല്ലെ. അർബനുമായി ബന്ധപ്പെട്ടാണ് ഫേവർ, ബയാസ്ഡ് ഇൻ ഫേവർ അല്ലെ. Then what is the major reason for the current state of affairs in India's medical care system? What is the major reason for current state of affairs in India's medical care system? Option A, an absence of a realistic national health policy. Option B, too many hospitals in rural areas. Option C, overfunding of the health sector. Option D, a surplus of hospital bed nationwide. Is the answer? Option A, an absence of a realistic national health policy. Then a haphazard planning at the initial stage often result in dash.
planning at an initial stage often result in dash. Option A, faster construction times. Option B, lower overall cost. Option C, changes during construction leading to avoidable drainage of funds. And option D, better patient outcome. എന്താണ് hazard planning at the initial stage often resulting. Option C, changes during construction leading to avoidable drainage of funds. Then അടുത്തത് effective community orientation is achieved through measures like that having governing board concerned with the community and leadership ability. Option B, focusing only on a high income patient. Option C, keeping the hospital plan secret from the public. And option D, avoiding involvement in community health program. Idana answer. Effective community orientation is achieved through measures like option A, having governance board concerned with the community and leadership ability. Then economic viability for a hospital means that a planned program of expansion should be based solely on economic viability for a hospital means that a planned program of expansion should be based solely on option A, the hospital desired to be the largest in the region. Hospital B, the availability of new technology. Option C, demonstrated community need. And option D, the architect recommendation. Demonstrated community need. Option C. Who has the primary responsibility for short and long range planning in a hospital? Who has the primary responsibility for short and long range planning in a hospital? Option A, the head nurse. Option B, the chief surgeon. Option C, the hospital administrator. And option D, an external financial advisor. Who has the primary responsibility? Head nurse ആണോ, chief surgeon ആണോ, hospital administrator ആണോ, external financial advisor ആണോ? ആരാണ്? ഓപ്ഷൻ സി അല്ലെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്കാണ് ആ ഒരു ഷോർട്ട് ആൻഡ് ലോങ് റേഞ്ച് പ്ലാനിങ്ങിനെ ചെയ്യേണ്ടത്. Then an architectural design should permit efficient use of personnel and provide for dash. Option A, rigidity and fixed room function. Option B, limited access for patient. Option C, complex and confusing traffic pattern. Option D, flexibility and interchangeability of rooms. Idana architectural design permit efficient use of person. Option D, flexibility and interchangeability of rooms. Then in modern hospital, the use of sophisticated technology often determine dash. Option A, the location of the hospital. Option B, the number of bed. Option C, professional status. And option D, the color of the walls. Idana professional status. Option C, professional status. Then the concept of coordinating individual hospital into a system of area-wise care is known as option A, privatization. Option B, nationalization. Option C, regionalization. And option D, specialization. ഏതാണ്? ഇതില് privatization, nationalization, regionalization and specialization. Regionalization. Regionalization. Regionalization is a system of technical and administrative dash. Option A is centralization. Option B, decentralization by establishing levels of care. And option C, competition. Option B, isolation. Option B, decentralization by establishing levels of care.
ഇനി അതിൽ ഓരോ ടയേഴ്സിലും ഏതൊക്കെ വരുന്നു എന്ന് നോക്കണം കേട്ടോ. മിസ് ഇപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചത് കൊണ്ട് മിസ് ഇപ്പൊ ഇവിടെ പറയുന്നില്ല എന്നുള്ളൂ. സമയം കംപ്ലീറ്റ് കുറച്ച് സമയം ഉള്ളത് കൊണ്ടാണ് കേട്ടോ അത് സ്കിപ്പ് ചെയ്യുന്നത്. അത് ഒന്ന് നോക്കി വെക്കണം കേട്ടോ. ഓരോ ടയറിലും ഓരോ ലെവലിലും ഏതൊക്കെ ഹോസ്പിറ്റൽസ് ആണ് വരുന്നതെന്ന് ചോദിക്കും കേട്ടോ. Then regionalization envisages what kind of flow between hospital? Option A, only one-way flow of patient from rural to regional. Option B, no flow of patient or services. Option C, a two-way flow of patient and services, including sharing of senior medical staff. Option D, a system where patient cannot move between hospital. ഏതാ വരിക? ഒരു റീജിയണലൈസേഷൻ വരുമ്പോ a two-way flow of patients and services ആണ് അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും പേഷ്യൻസിന്. അപ്പൊ അവർക്ക് സീനിയർ ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. Then the primary health center is at which level of care in a regionalized system? The primary health center ഏത് level of care വരുന്നതാണെന്നാണ് ചോദിക്കുന്നത്. Option A, the community level. Option B, the intermediate level. Option C, the highest level. And option D, the outside the system. ഏതിലാ വരുന്നത്? Primary health centers ഏത് ലെവലിലാണ്? ഓപ്ഷൻ കേട്ടോ കമ്മ്യൂണിറ്റി ലെവലിലാണ് കേട്ടോ വരുന്നത്. കമ്മ്യൂണിറ്റി ലെവലിലാണ്. അതുപോലെ സ്പെഷ്യലൈസ്ഡ് പോളിക്ലിനിക് ഏത് ലെവലിലാണ്? മെഡിക്കൽ സെന്റേഴ്സ് ഏത് ലെവലിലാണ്? അങ്ങനെയും ചോദിക്കാം കേട്ടോ. Then അടുത്ത question, the lack of a common technical language between doctors, architects and engineers can dash. Option A, speed up the planning process. Option B, create ambiguity and delay progress. Option C, reduce the project cost. And option D, improve the final design. ഇതാണ് lack of common technical language between doctors, architects and engineers can dash speed up the planning process, create ambiguity and delay progress, reduce the project cost and improve final design. Create ambiguity and delay progress. Then അടുത്തത് a professional who provide experienced guidance on hospital planning, demand analysis and equipment selection is called dash. A professional who provide experienced guidance on a hospital planning, demand analysis and equipment selection. Option A, hospital architect. Option B, hospital lawyer. Option C, hospital consultant. And option D, hospital accountant. എന്താണ് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരേണ്ട കാര്യമുണ്ടോ? Professional who provide experienced guidance on hospital planning, demand analysis and equipment selection. ആരാണ്? ഹോസ്പിറ്റൽ കൺസൾട്ടന്റ്. പഠിച്ചില്ലേ? നോർമലിന്റെ ഹോസ്പിറ്റൽ കൺസൾട്ടന്റ്. Then അടുത്തത്, what is the one of the first step in planning a hospital project? What is one of the first step in planning a hospital project? Option A, hiring construction workers. Option B, purchasing all the medical equipment. Option C, forming a planning team. Option D, admitting the first patient. Option C, forming a planning team. അല്ലെ, ഒരു പ്ലാനിംഗ് ടീമിനെ ഫോം ചെയ്യാനുള്ളതാണ്. The hospital architect responsibility is to translate clinical and administrative requirements into dash. The hospital architect responsibility is to translate clinical and administrative requirements into dash. Option A, financial budget. Option B, a staffing plan. Option C, architectural and engineering realities. Option D, a marketing campaign. ഏതാണ്? Option C, architectural and engineering realities. കേട്ടോ?
Then which of the following is the first phase in a hospital project? First phase എന്താണെന്ന് ചോദിക്കുന്നത് കേട്ടോ. Option A construction, option B commissioning, and option C inception, and option D tender action. ഇതാണ് ഫസ്റ്റ് phase C അല്ലെ, ഇൻസെപ്ഷൻ ആണ് കേട്ടോ. Then a phase that involved studies to determine if the project is viable is called. ഏതാണ് വയബിൾ ആണ്, ആ ഒരു സ്റ്റഡീസ് വാലിഡ് ആണോ എന്നൊക്കെ നമ്മൾ നിർണ്ണയിക്കുന്ന ഒരു ഫേസ് ഉണ്ട് അല്ലെ. ഓപ്ഷൻ എ ഡീറ്റെയിൽ ഡിസൈൻ, ഓപ്ഷൻ ബി ഫീസിബിലിറ്റി സ്റ്റഡീസ്, ഓപ്ഷൻ സി സ്കീം ഡിസൈൻ, ആൻഡ് ഓപ്ഷൻ ഡി കമ്മീഷനിങ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഫീസിബിലിറ്റി സ്റ്റഡീസിലാണ് ഇത് സാധ്യതയുണ്ടോ, വാലിഡ് ആണോ, നമുക്ക് പ്രാക്ടിക്കബിൾ ആണോ എന്നൊക്കെ നമ്മൾ നോക്കുന്നത് അല്ലെ. What is the period after commissioning where the hospital staff, patient and facilities interact and adjust until a routine is established? Option A, the planning period. Option B, construction period. Option C, shakedown period. And option D, the financial period. Shakedown period. അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരാം. Then അതുപോലെ ഞാൻ രണ്ട് മെത്തേഡുകൾ നോക്കണം കേട്ടോ. എംപിരിക്കൽ മെത്തേഡ്, അനലിറ്റിക്കൽ മെത്തേഡ്. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് ഏതൊക്കെ മെത്തേഡുകളാണെന്നുള്ളതൊന്ന് നോക്കിയാൽ മതി. അതുമായി ബന്ധപ്പെട്ട ഉള്ളിലേക്കുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാൻ ചോദിക്കാറില്ല കേട്ടോ. അപ്പൊ അത് നോക്കി വെക്കണം. അതിൻ്റെതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മിസ് അധികം അങ്ങോട്ട് ചോദിക്കുന്നില്ല. അതുപോലെ തന്നെ അവിടെയുള്ള ഓരോ ടാസ്കുകൾ നമ്മൾ പഠിച്ചില്ലേ? ഓരോ ടാസ്കുകൾ പഠിച്ചില്ലേ? ഓരോ ടാസ്കുകള്, ഫസ്റ്റ് ടാസ്ക്, സെക്കൻഡ് ടാസ്ക് പഠിച്ചില്ലേ? ഫോർത്ത് ടാസ്ക് ഓഫ് എ പ്ലാനിംഗ് ടീം എന്താണ് ഫോർത്ത് ടാസ്ക്? ഫങ്ഷണൽ ബ്രീഫ് അല്ലെങ്കിൽ ആർക്കിടെക്ട് ബ്രീഫ് തയ്യാറാക്കുക എന്നുള്ളത് അല്ലേ. അങ്ങനെ ഓരോരോ ടാസ്കുകൾ നമ്മൾ പഠിച്ചില്ലേ? ആ ടാസ്കുകൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം കേട്ടോ. ഇൻ കേസ് ചോദ്യം വരികയാണെങ്കിൽ അതിൽ നിന്ന് എഴുതാനായിട്ട് നമുക്ക് പറ്റിയിരിക്കണം. ഓക്കെ. അതുപോലെ CC എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് ഔട്ട്ലൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ ഓരോ സെക്ഷനിലും വരുന്ന ഏതൊക്കെ ടയറുകൾ, ഓരോ ടയറിൽ അല്ലെങ്കിൽ ഓരോ ലെവലിൽ വരുന്നതിൽ എന്തൊക്കെ കെയറുകളാണ് കൊടുക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഇത്രയും എടുക്കുന്നുള്ളൂ. 6th മോഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ആയി. നമുക്ക് 7th മോഡ്യൂളിലേക്ക് സെവൻത്ത് മോഡ്യൂൾ ഒന്ന് ജസ്റ്റ് വേഗം പോവാം. 7th മോഡ്യൂൾ ഓൾറെഡി നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമുള്ള മോഡ്യൂളാണ്. ഇതുപോലെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഒന്നും വരില്ല. കാരണം ഒരു ചാപ്റ്റർ ഓൾറെഡി നമ്മുടെ ലോസ് ആണ് അല്ലെ, ആക്ടുകളാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അതല്ലേ പഠിച്ചത്? ലാസ്റ്റ് മോഡ്യൂൾ ആണെങ്കിൽ നമ്മൾ ഓരോ ടേംസാ പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. ആ ടേംസ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ അതിന് പ്രത്യേകമായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നമുക്കത് പറഞ്ഞു പോയാൽ മതി. അപ്പോ അതില് ആ ഒരു മെഡിക്കൽ ടെർമിനോളജി, ആദ്യത്തെ ടേം ജനറൽ ടേംസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആട്ടോ പറയുന്നത്. അതില് ആ ഒരു മെഡിക്കൽ ടെർമിനോളജിയുടെ ആ ഒരു ഡെഫിനിഷൻ, എന്താണ് മെഡിക്കൽ ടെർമിനോളജി എന്നുള്ളത് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ അതിന്റെ ഇമ്പോർട്ടൻസും, പിന്നെ ഓരോന്നും നമ്മൾ എളുപ്പമുള്ളതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഒരു ഇൻപേഷ്യന്റ് എന്താണ്, ഔട്ട് പേഷ്യന്റ് എന്താണ്, ഒരു ഒബ്സർവേഷൻ എന്താണ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അറിയാത്തതുണ്ടെങ്കിൽ അത് ഇപ്പൊ ചില ടേംസ് നമുക്ക് അറിയില്ല, പരിചയമില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഇപ്പൊ ഈ പറയുന്ന കുറെ മെഡിക്കൽ ടേംസ് ഒന്നും എബ്രേഷൻ, അബ്സസ്, അക്യൂട്ട്, അനൂറിസം, അതൊക്കെ നിങ്ങൾക്ക് അധികം പരിചയമില്ലാത്ത ടേംസ് ആയിരിക്കും. സോ അത്തരത്തിലുള്ള ടേംസ് ഒന്ന് ശ്രദ്ധ കൊടുക്കുക. അതിന് കൂടുതൽ ഒന്ന് രണ്ട് പ്രാവശ്യമെങ്കിലും അത് വായിച്ചൊന്ന് മനസ്സിലാക്കുക. പഠിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ആ ഒരു പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേ നിങ്ങൾ പഠിക്കുന്നതിന് മുൻപായിട്ട് ഇതൊന്ന് റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾ ഒരിക്കലും മറന്നു പോകില്ല കേട്ടോ. അതുപോലെ ഏട്രിയൽ ഫൈബ്രിലേഷൻ എന്താണ്, ഹൈപ്പർ ടെൻഷൻ എന്താണ്, ഹൈപ്പോ ടെൻഷൻ എന്താണ്, അതൊക്കെ നിങ്ങൾക്ക് ചിലതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ മയോകാർഡിയൽ ഇൻഫാക്ഷന്റെ മറ്റൊരു പേര് എന്താണ്, കോമൺലി വിളിക്കുന്നത് എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ഒരിക്കലും തെറ്റിക്കരുത് കേട്ടോ. അതുപോലെ ഈ ഒരു സെക്ഷൻ
once daily, അതുപോലെ 2 times per day, അല്ലെങ്കിൽ 3 times per day, 4 times per day. അപ്പൊ അതൊക്കെ ആ ഒരു എളുപ്പം നിങ്ങൾ മനസ്സിലാക്കുന്ന പറ്റുന്നത് ഏത് രീതിയിലാണോ അതിനനുസരിച്ച് പഠിച്ചു വെക്കാൻ മതി. പക്ഷെ അതിൽ ഏത് ചോദിച്ചാലും മാറിപ്പോവാതെ ആൻസർ ചെയ്യാൻ പറ്റണം. PR, PO എന്താണ്, പുഷ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഇവിടെ ഷാമ്പെയിൻ ടാപ്പുമായി ബന്ധപ്പെട്ടോ ഗോൾഡൻ അവേഴ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സ്റ്റാർച്ചിന്റെ മീനിങ് എന്താണെന്നോ ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ദെൻ ഇവിടെ വരുമ്പോൾ ബ്ലഡ് കൾച്ചർ, ബ്ലഡ് ഗ്യാസ്, അതുപോലെ ബോവൽ ഡിസ്ഇൻഫാക്ഷൻ, ഇതൊക്കെയാണ് കൂടുതലും ചോദിച്ചു കണ്ടിരിക്കുന്നത്. ദെൻ ഇന്റർവേഷൻ അല്ലെങ്കിൽ ലാപ്രോട്ടോപ്പി, ലംബസ് പങ്ക്ചർ എപ്പോഴും ചോദിക്കാറുണ്ട്. സ്റ്റെനോട്ടോമി, തൊറാക്കോട്ടോമി നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് വെച്ച് പഠിച്ചാൽ മതി. അബ്രീവിയേഷനിൽ ലോഗ് ചോദിക്കാറുണ്ട്. അതുപോലെ അസറ്റൈൽ സാലിസിലിക് ആസിഡിന്റെ കോമൺ നെയിം അല്ലെങ്കിൽ കോമൺലി നമ്മൾ വിളിക്കുന്ന പേര് എന്താണെന്ന് ചോദിക്കാറുണ്ട്. DMIയുടെ ഷോർട്ട് ഫോം അല്ലെങ്കിൽ അതുപോലെ തന്നെ CHF ചോദിച്ചു കണ്ടിട്ടുണ്ട്. DNR അല്ലെങ്കിൽ DOAയുടെ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ, ഡെഡ് ഓൺ അറൈവൽ, അത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ECG ഇതൊക്കെ EG ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, അതൊന്നും മാറ്റങ്ങളൊന്നുമല്ല. MRI അറിയാവുന്നതാണ്, NICU അറിയാവുന്നതാണ്. ദെൻ OT ആണ്, ഒക്യുപേഷണൽ തെറാപ്പി ആണ്. സൈക്കിന്റെ അറിയാം. ഫിസിക്കൽ തെറാപ്പി ആണെങ്കിൽ RX ചോദിക്കാറുണ്ട്. അതുപോലെ UBAR അതായത് യൂറിനാലിസിസിന്റെയും ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ അത് പ്രോസസ് എന്താണെന്ന് ചോദിക്കാനും സാധ്യതയുണ്ട്. പ്രോസസ് ഓഫ് ടെസ്റ്റിംഗ് പേഷ്യന്റ് urine for any signs of kidney failure, dehydration, diabetes, undernourishment or bladder kidney infection ആണോ അങ്ങനെ ചോദിച്ചാലും എഴുതാൻ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ അതിൽ പ്രത്യേകമായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കുന്നില്ല. ഇതിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നമ്മൾ ഒരുപാട് മോക്ക് ടെസ്റ്റുകളിലൊക്കെ ഇട്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഇതിൽ നിന്ന് വരുള്ളൂ കേട്ടോ. അപ്പൊ അതിനങ്ങനെ എക്സ്ട്രാ നമുക്ക് എടുത്ത് ചോദിക്കുകയൊന്നുമില്ല. അതിൽ ഓരോ പോയിന്റ് വൈസ് ആയിട്ട് തന്നെയല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ എക്സ്ട്രാ അതിന്റെ ഉള്ളിൽ നിന്നൊന്നും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഇല്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാവുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. അടുത്തത് നെക്സ്റ്റ് നമ്മുടെ ഹോസ്പിറ്റൽ എത്തിക്സ് ആൻഡ് ലോ എന്ന് പറയുന്ന ചാപ്റ്റർ. അതില് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങള് ഓൾറെഡി മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ ലോസും എന്താണ്, അത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ആക്ട്, എന്തിനു വേണ്ടിയുള്ളതാണ്, അത് പഠിക്കണം. HLE യൂണിറ്റിന്റെ എക്സ്പാൻഡഡ് ഫോം പഠിക്കണം. അതുപോലെ ആ ഒരു ഫസ്റ്റ് സെന്റൻസും പഠിച്ചു വെച്ചേക്കണം. പിന്നെ പ്രധാനമായിട്ടും വരുന്നത് ആക്ടുകളിലേക്ക്. അതുപോലെ നിങ്ങൾ ഈ ഒരു ലാസ്റ്റ് ഭാഗം കണ്ടോ, അതിൽ ആ ഒരു കോട്ട്, 2 കോട്ടുകളോട് പറയുന്നുണ്ട് നമ്മള്. ദ ഹെൽത്ത് ഓഫ് മൈ പേഷ്യന്റ് വിൽ ബി മൈ ഫസ്റ്റ് കൺസിഡറേഷൻ, അത് ഏതിൽ ഉൾപ്പെടുന്ന കോട്ടാണ്. അതുപോലെ ഫിസിഷ്യൻ ഷാൽ ആക്ട് ഇൻ എ പേഷ്യന്റ് ബെസ്റ്റ് ഇൻട്രസ്റ്റ് വെൻ പ്രൊവൈഡിംഗ് മെഡിക്കൽ കെയർ, അത് ഏതിൽ വരുന്ന കോട്ടാണ്, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ മെഡിക്കൽ കൗൺസിൽ ആക്ട് ആയിക്കോട്ടെ, ഏതൊരു ആക്ട് ആണെങ്കിലും ആ ആക്ട് എന്തിനു വേണ്ടിയിട്ടുള്ള ആക്ട് ആണ്, അത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറിപ്പോകും. അപ്പൊ ഒരുപോലെ അല്ലെങ്കിൽ ഒരേപോലെ അല്ലെങ്കിൽ സാമ്യമുള്ള ആക്ടുകൾ വരുന്നത് കൊണ്ട് തന്നെ അത് എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആണ് അത്. ആ ആക്ടിന്റെ പൂർണ്ണമായ പേര് എക്സ്പാൻഡഡ് ഫോം ഉണ്ടെങ്കിൽ ആ എക്സ്പാൻഡഡ് ഫോമും ഷോർട്ട് ഫോമും നിർബന്ധമായിട്ട് പഠിക്കാം. അതിന്റെ വർഷം, ഏത് വർഷമാണെന്ന് വർഷം മാത്രമേ കൊടുത്തിട്ടുള്ളെങ്കിൽ വർഷം മാത്രം പഠിച്ചാൽ മതി. അല്ല ഡേറ്റും മന്തും ഇയറും തന്നിട്ടുണ്ടെങ്കിൽ അത് 3ഉം പഠിച്ചു വെക്കണം കേട്ടോ. അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. ഒരിക്കലും അത് സ്കിപ്പ് ചെയ്യരുത്. ഇയർ ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മാറിപ്പോവാം കേട്ടോ. ഒരുപാട് ഇയേഴ്സ്, ഒരുപാട് ആക്ടുകളുണ്ട്. അപ്പൊ അതിൽ ഇയേഴ്സുകളും വ്യത്യസ്തമായിട്ട് വരുന്നുണ്ട്. ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ ഈ ഒരു ആക്ടിങ്ങിന് വേണ്ടി അതിന്റെ ഇയർ അല്ലെങ്കിൽ അത് ഏത് വർഷം, ഏത് ദിവസം, ഏത് മാസമാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കാം. എക്സ്പാൻഡ് ഫോംസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത്. ഈ ഒരു എന്താണ് ഇന്ത്യൻ കൗൺസിൽ, മെഡിക്കൽ കൗൺസിൽ ആക്ടില് ഒരുപാട് നമ്മൾ കുറച്ച് അധികം എന്താണ് ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. അതിൽ ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നുണ്ട്, അതിൽ നിന്ന് 1-2 ഒക്കെ ചില സമയങ്ങളിൽ ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. അത് ഓൾറെഡി നമ്മള് വരാവുന്നതൊക്കെ മോക്ക് ടെസ്റ്റിലൊക്കെ എടുത്തിട്ടുണ്ട്. ലീഗൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ട്, ഇൻക്ലൂഡഡ് അല്ലാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ. ലയബിലിറ്റി ആണെങ്കിൽ അങ്ങനെ തന്നെ. ലീഗൽ ആസ്പെക്ട് ഓഫ് അതിൽ പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ ചോദിക്കാം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്താണ്? ഡോക്ടർ അതൊരു പ്രോപ്പർ അതോറിറ്റിയോട് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ദെൻ എങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താം, ആ സീക്രട്ട് കമ്മ്യൂണിക്കേഷൻ നമുക്ക് നടത്താവുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണ്, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. ദെൻ ലീഗൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഇതൊക്കെ നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അതൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കാൻ പോകുന്നില്ല.
ഇനി നമ്മൾ ആക്ടുകളിലേക്ക് വരുമ്പോൾ MTP ആക്ടിന്റെ MTPയുടെ എക്സ്പാൻഡ് ഫോം പഠിക്കുക. ആ ആക്ട് എന്തിനകത്ത് പഠിക്കുക, ഏത് വർഷം, ഏത് ദിവസം, ഏത് മാസം അത് നിലവിൽ വന്നു പഠിക്കുക. അതുപോലെ തന്നെ കംപ്ലൈൻസ് ഓഫ് PNDT ആക്ട് ആണെങ്കിലും അതിന്റെ പേര്, അത് എന്ന് അസെൻഡഡ്, ഇതിൽ കൂടുതലും ആ ഒരു വർഷവും അത് പ്രസിഡന്റ് അംഗീകരിച്ച വർഷമൊക്കെയാണ് കൂടുതലും ചോദിച്ചു കണ്ടിരിക്കുന്നത് കേട്ടോ. അതാണ് ആ ഒരു ബ്ലാക്ക് കൊടുത്തിരിക്കുന്നതാണ് കൂടുതലും ചോദിച്ചു കണ്ടിരിക്കുന്നത്. കംപ്ലൈൻസ് ഓഫ് BNW ആക്ട് ആണെങ്കിൽ അതിന്റെ വർഷം, ഏത് വർഷമാണ് വന്നത്, അതുമായി ബന്ധപ്പെട്ട ആക്ട് എന്തിനു വേണ്ടിയിട്ടാണ്. അതുപോലെ അടുത്ത ആക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണെങ്കിൽ ഇതിന്റെയും ഇതുപോലെ തന്നെ നമ്മൾ ആക്ടുകൾ എന്തിനു വേണ്ടി, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയല്ലേ. ആക്ട് എന്തിനു വേണ്ടിയിട്ടാണ്, അത് എന്ത് പ്രാബല്യത്തിൽ വന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടും ഇതേപോലെ തന്നെ ആ ഒരു പബ്ലിക് എനി സിറ്റിസൺ ഓഫ് ഇന്ത്യ മേ റിക്വസ്റ്റ് ഇൻഫർമേഷൻ ഫ്രം ആർ അതോറിറ്റി. പണ്ടത്തെ പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട്, ഈ ആക്ടിന്റെ കീഴിൽ എനി സിറ്റിസൺ ഓഫ് ഇന്ത്യ മേ റിക്വസ്റ്റ് ഇൻഫർമേഷൻ ഫ്രം എ പബ്ലിക് അതോറിറ്റി വിച്ച് ഈസ് റിക്വയർഡ് ടു റിപ്ലൈ ഇമ്മീഡിയറ്റ്ലി ഓർ വിത്തിൻ 30 days. അതാണ് ചോദിച്ചു കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ആ ഭാഗത്ത് നിന്നാണ് എപ്പോഴും ചോദിക്കാറ് ഈ ഒരു ആക്ടിനുമായി ബന്ധപ്പെട്ട്. ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആ ഒരു ആക്ട് ഏതാണ്, റൈറ്റ് ഓഫ് പേഴ്സൺ ആൻഡ് ഡിസബിലിറ്റീസ് ആക്ട് 2016 ആണ്. അതുപോലെ തന്നെ ആ ഒരു ആക്ടിന്റെ വാലിഡിറ്റി, സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി 5 years ആണ്. ആ ഒരു 5 years കഴിഞ്ഞിട്ടും ഒരു ചാൻസ് ഓഫ് വേരിയേഷൻ ഇല്ല എങ്കിൽ ആ ഒരു ഡിഗ്രി ഓഫ് ഡിസബിലിറ്റി അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ പെർമനന്റ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നമ്മൾ അവർക്ക് കൊടുക്കും. അതുപോലെ ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റും റെസിഡൻസ് പ്രൂഫും ഉണ്ടായിരിക്കണമെന്ന് പഠിച്ചു വെക്കാം. അതുപോലെ ഒരു വീട്ടിലാണ് കുട്ടി ജനിച്ചതെങ്കിൽ പാരന്റ്സിന് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റുമായിട്ട് ബന്ധപ്പെട്ട ബർത്ത് സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാവുന്നതാണ്. അടുത്തത് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആക്ടില് ആ വർഷം ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ് ഈ ഒരു അഡോപ്റ്റ് ചെയ്യാത്തത്, അതായത് എക്സെപ്റ്റ് ആന്ധ്രാപ്രദേശും ജമ്മു കാശ്മീരുമാണ്. അത് രണ്ടിനും അവരുടേതായ നിയമങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആ 2 സ്റ്റേറ്റ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അതുപോലെ ഈ THO TA എന്നായി കഴിഞ്ഞപ്പോ അതിന്റെ എക്സ്പയറി ഫോം ഒന്ന് പഠിച്ചു വെക്കുന്നുണ്ടോ. അതുപോലെ നെക്സ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആക്ടിലാണെങ്കിൽ ആ ആക്ട് എന്തിനു വേണ്ടി, ഏത് വർഷം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ ഇതിൽ കൊടുത്തിരിക്കുന്ന വർഷങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. കസ്റ്റഡി ഓഫ് മെന്റലി ഇൽ പേഷ്യൻസ് ആണെങ്കിൽ അവിടെ ഗാർഡിയൻ അല്ലെങ്കിൽ അപ്പോയിന്റ് അണ്ടർ പ്രൊവിഷൻ അവർ എന്താണ് ഗാർഡിയൻഷിപ്പ് അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റിക്ക് അവർക്ക് ആ ഒരു ആപ്ലിക്കേഷൻസ് കൊടുക്കുകയും ആ ഒരു ഗാർഡിയൻഷിപ്പ് വാങ്ങുകയും ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു നിയമത്തിൽ ഗാർഡിയൻ എന്ന് പറയുന്നത് ആരാണ്, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ് എന്ന് പറയുന്നത് ആരാണ് എന്ന് പറയുന്നത് അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. PNDT ആക്ട് ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ്, അത് ജസ്റ്റ് ഒന്നുകൂടി പറയുന്നതേ ഉള്ളൂ. ഫുഡ് അഡൾട്രേഷൻ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടും അതിന്റെ വർഷവും ചോദിക്കാറുണ്ട്. ഈ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ ആ ഒരു വ്യാവസായിക തർക്കം എന്താണെന്ന് ചോദിക്കാറുണ്ട്. വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് ചോദിക്കാറുണ്ട്. ട്രേഡ് യൂണിയൻ ആക്ട്, അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ വേണ്ടി മാത്രം മിസ് പറഞ്ഞു തന്നതാണ്, അത് ചോദിക്കാറില്ല കേട്ടോ. കാരണം ഇവിടെ നമുക്ക് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ചോദിക്കുകയില്ല. അടുത്തത് സലൈൻ പോയിന്റ്സ് ആണ്. ഇതില് നമ്മൾ കുറച്ച് ഇതിൽ വരാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ മിസ് മോക്ക് ടെസ്റ്റുകൾക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. മാക്സിമം അത്രയും ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസേ വരുള്ളൂ. ആ മോക്ക് ടെസ്റ്റ് ഒക്കെ ഉൾപ്പെടും. നിങ്ങൾ ഓൾറെഡി മോക്ക് ടെസ്റ്റുകളൊക്കെ എടുത്തു വെക്കുന്നുണ്ടായിരുന്നല്ലോ അല്ലേ, നോക്കാനായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ, അല്ലെങ്കിൽ ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, ചെയ്യാറുണ്ടായിരുന്നോ? ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു എക്സാമിന്റെ സമയത്ത് മാത്രം നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. നമ്മൾ ഓൾറെഡി മുമ്പ് മുതലേ നമ്മൾ തന്നുകൊണ്ടിരുന്ന ഓരോ ചാപ്റ്റേഴ്സിന്റെയും അല്ലെങ്കിൽ ഓരോ മോഡ്യൂൾസ് കഴിയുമ്പോഴും തരുന്ന മോക്ക് ടെസ്റ്റുകൾ നിർബന്ധമായിട്ട് നോക്കണേ. മോക്ക് ടെസ്റ്റ് നോക്കാതിരിക്കരുത് കേട്ടോ. മോക്ക് ടെസ്റ്റ് നോക്കുമ്പോഴാണ് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ഇതിലേക്ക് പോരാനും ഏതൊക്കെ മേഖലയിൽ നിന്ന് ഏതൊക്കെ ഏരിയാസിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻസ് വരാം എന്നൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാറുണ്ട്, ചില ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മിസ് മോക്ക് ടെസ്റ്റുകളിൽ ഉൾപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടി ഒന്ന് നോക്കിയിട്ട് വേണം പഠിക്കാനായിട്ട് കേട്ടോ. അപ്പൊ ഇതില് ജസ്റ്റ് നിങ്ങൾക്ക് ഇത്രയല്ല, അത് ഉള്ളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്നുമായിട്ട് വരാറില്ല. അപ്പൊ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ വ്യക്തമായിട്ട് തന്നെ റിവൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണല്ലോ? എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. മിസ്സിന്റെ ലാസ്റ്റ് ക്ലാസ് ആണിത്. അപ്പോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം, നന്നായിട്ട് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാം. അപ്പോ നല്ല മാർക്കൊക്കെ എല്ലാവർക്കും സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോ ഇനി നമുക്ക് എക്സാം ഒക്കെ കഴിഞ്ഞ് കോൺവെക്കേഷനും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോ കണ്ടുമുട്ടാം അല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ ഓക്കെ ആണോ?
ഓൾറെഡി നമ്മൾ എടുത്ത് ആ ചാപ്റ്റേഴ്സ് ഒക്കെ ക്ലിയർ തന്നെയല്ലേ? ഓക്കെ, ശരി. അപ്പോ നമ്മുടെ റിവിഷൻ 3 ക്ലാസ്സിന് റിവിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ 3 ക്ലാസ്സുകളൊക്കെ ഒന്ന് നോക്കാം. അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. അതുപോലെ മോക്ക് ടെസ്റ്റുകൾ നോക്കാം. നമ്മുടെ ഗൈഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നോക്കാം. അങ്ങനെ നമുക്ക് എക്സാമിലേക്ക് ടൈം ടേബിളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഫീഷ്യൽ ആയിട്ട് അറിയിക്കും കേട്ടോ. അതിനനുസരിച്ച് സ്റ്റഡി ലീവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ സ്റ്റഡി ലീവ് എത്ര ദിവസം ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അതിനനുസരിച്ച് അന്നത്തേക്ക് വെക്കേണ്ട, ഇപ്പോഴേ തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാം. ഇതിനനുസരിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. എവിടെയെങ്കിലും ഒക്കെ എന്ത് ചെയ്യാം, ഉടനെ നമ്മുടെ റിസൾട്ടുകൾ വരുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആവശ്യം കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തില്ല കേട്ടോ. ഒരിക്കലും ഈ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ചിട്ട് നമ്മൾ വെറുതെ ഇരിക്കരുത്. വെറുതെ ഇരുന്നുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾ പഠിക്കാൻ വന്നിട്ട് വെറുതെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ടല്ലേ അപ്ലൈ ചെയ്ത് ഇതിന് വേണ്ടി വന്നതല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനൊന്ന് കുറച്ചൊന്ന് എഫേർട്ട് എടുത്തിട്ട് നമ്മുടെ തൊട്ടടുത്ത ഹോസ്പിറ്റലുകളോ എവിടെയൊക്കെ നമുക്ക് പരിചയമുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻസ് ഒക്കെ ഒന്ന് അയച്ചിടുക, അല്ലെങ്കിൽ കൊണ്ടുപോയി കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. ഒരിക്കലും ഈ ഒരു സർട്ടിഫിക്കറ്റ് വെറുതെ വീട്ടിൽ വെക്കരുത് കേട്ടോ. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ധൈര്യമാണ്. നമ്മൾ എന്ത് ചെയ്യാം, ചിലപ്പോൾ ചെറിയ സാലറി ആയിരിക്കും, എന്നാൽ പോലും അതിന് പോവാൻ ശ്രമിക്കാം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് വേറെ ഇപ്പൊ പരിചയത്തിലുണ്ട്, നമുക്ക് വേറെ അവിടെ തന്നെ നമുക്ക് വേറെ പൊസിഷനിലേക്ക് മാറാം. അല്ലെങ്കിൽ നമുക്ക് പ്രൊമോഷൻസ് കാര്യങ്ങൾ ചിലപ്പോ എന്താണ് ട്രെയിനിങ് പീരീഡ് പോലെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ജോലിയിലേക്ക് പ്രവേശനം കിട്ടുക. എന്നാൽ പോലും കിട്ടിയത് ജോലികൾ കളയാതെ നമ്മൾ പോവാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായി വരട്ടെ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. Thank you, ma'am.